ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, ഇത് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഭംഗിയില്ലാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇതൊരു സന്ധ്യാസമയത്ത് എടുത്തതാണ്. ഇത് മണ്ണുത്തിയിലാണ്. ഞാനവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ചെന്നതാണ് കേട്ടോ. മണ്ണുത്തിയിലെ ഏതെങ്കിലും ഒരു നഴ്സറിയിൽ ഏതെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടെ നല്ലതാണെന്ന് തോന്നിയ നഴ്സറിയുടെ. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി, സന്ധ്യാസമയമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റിയോ ഭംഗിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു ചെറിയ നഴ്സറിയാണ് കേട്ടോ. ഇത് ഉള്ളത് മാടക്കത്തർ റോട്ടിലാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. ഞാൻ ആദ്യം കാണിച്ചില്ലേ, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 2 റോസ വാങ്ങിയിരുന്നു. ഒന്ന് നമ്മുടെ റെഡ് കാസ്കേഡ്, പണ്ട് എൻ്റെ കയ്യിൽ കാട് പോലെ ഉണ്ടായിരുന്നതാണ്. പണ്ട് എൻ്റെ ഉപ്പയ്ക്ക് ആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കിത് നല്ല ബുഷി പ്ലാന്റ് ആയതുകൊണ്ട് വാങ്ങിയതാട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു നക്ഷത്രപ്പൂക്കളാണ്, കണ്ടില്ലേ. പിന്നെ എൻ്റെ കൈ കണ്ടാലും പേടിക്കരുത്. ഇനി കൂർക്കയുടെ സീസൺ കഴിയണവരെ എൻ്റെ കൈ ഇങ്ങനെ ഭംഗിയില്ലാണ്ടിരിക്കും. അതും നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം, മെനക്കെടണം. അതുകൊണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് എൻ്റെ കൈ ഇങ്ങനെ തന്നെയായിരിക്കുള്ളൂ വീഡിയോയിൽ. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നല്ല ബുഷി പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങി. നല്ല ആരോഗ്യമുള്ള നല്ല പ്ലാന്റ്. 100 രൂപയായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ നഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മാടകത്തോർ റോഡിൽ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ നഴ്സറി. മെയിൻ റോഡ് തന്നെ കുറച്ച് അകത്തേക്ക് വരണം. ഇവിടെ വിലക്കുറവുണ്ട് കേട്ടോ. പണ്ടും ഞാനിവിടെ നിന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ കുറേ വിങ്കയൊക്കെ വാങ്ങിയില്ലേ, അതിവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പോൾ വിങ്ക വന്നു തുടങ്ങിയിട്ടില്ല. കുറച്ച് ഡയാന്തസ് ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴും ഇവിടെ ഒരുപാട് ചെടികളൊന്നുമില്ല. ഉണ്ടാവാറുണ്ട്, നിറഞ്ഞ് ചെടിയൊക്കെ ഉണ്ടാവാറുണ്ട്. പച്ചക്കറി തൈകളാണ് ഇവിടെ കൂടുതൽ. പക്ഷേ ഇപ്പോൾ ഞാൻ ചെന്ന സമയത്ത് എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. എല്ലാവരും കൊണ്ടുപോയിട്ട് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. പച്ചക്കറി തൈകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. റീസണബിളാണ്, ഭയങ്കര കുറവാണ്. ചെടിക്കും അതെ കേട്ടോ. അങ്ങനെ ഒരുപാട് ചെടികളൊന്നും ഉണ്ടാവാറില്ല. സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ വില ഇങ്ങനെ ഞാൻ ഓർത്ത് വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ വൈറ്റ് റോസ് ഇല്ലേ, നമ്മുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്നത്, അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് 60 രൂപയായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതും നല്ല ആരോഗ്യമുള്ള ഓൺ റൂട്ടായിരുന്നു കേട്ടോ. 2 പ്ലാന്റ്സും ഓൺ റൂട്ടായിരുന്നു, അത് പ്രത്യേകം പറയാം കേട്ടോ. പിന്നെ ഈ ഡയാന്തസ് ഇല്ലേ, ഇത് പെട്ടെന്ന് പിടിക്കുന്ന ഡയാന്തസ് കേട്ടോ. മറ്റേതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, ആദ്യം കാണിച്ചതും. അപ്പോൾ അതൊക്കെ ആരോ എടുത്ത് വെച്ചേക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കേട്ടോ. ആരൊക്കെയോ അത് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് പേ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവർ തരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പച്ചക്കറി തൈകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ജമന്തിയുടെ തൈകൾ ഒരുപാടുണ്ടായിരുന്നു. മുന്തിരി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ സെക്ഷനാക്കി എടുത്തെടുത്ത് വെച്ചിട്ട് പോയിട്ടുള്ളതുകൊണ്ടേ നമുക്കതിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. ചെറുപറ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെയും പറയാം, ഈ തൈ നല്ല തൈയല്ല, ഈ പ്ലാന്റ് നിറയെ മുട്ടുകളുള്ള നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല ആരോഗ്യമുള്ള പ്ലാന്റുകളായിരുന്നു ഈ റെഡ് കാസ്കേഡ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അറിവിൽ കാസ്കേഡിൻ്റെ വൈറ്റ് ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ തർക്കിച്ച അവിടെ നിന്ന് ആ ചേട്ടൻ്റെ അടുത്ത്, അങ്ങനെ വൈറ്റ് വരാൻ വഴിയില്ല, ചെറിയ പൂക്കളുടെ വൈറ്റ് ഇല്ല, ക്രീപ്പർ വൈറ്റ്, ക്ലൈമ്പിങ് വൈറ്റ് ഇല്ല, പിന്നെ ഏതെങ്കിലും വേറെ വല്ല കുഞ്ഞ് കമ്മൽ റോസ എന്നൊക്കെ പറഞ്ഞ ചെറിയ വൈറ്റ് ഇല്ലേ, ചിലപ്പോൾ ആ ചേട്ടൻ അതിനെയായിരിക്കും ഇതിൻ്റെ തന്നെ സെയിം വൈറ്റ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ആ ചേട്ടൻ്റെ അടുത്ത്, അതിൻ്റെ വൈറ്റ് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇല്ല, വൈറ്റ് ഉണ്ടായിരുന്നു, അത് ആദ്യമേ തന്നെ കുറേ നഴ്സറിക്കാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നഴ്സറിക്കാരാട്ടോ ഇവിടെ വന്ന് എടുക്കാറ്. അങ്ങനെ ജമന്തി ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ജമന്തിയുടെ റേറ്റ് ആരോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല റേറ്റാണ് പല നഴ്സറികളിലും. ഇവിടെ 40 30 എന്തോ ആയിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ ഞാനിപ്പോൾ മറന്നുപോയി വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ ഇതൊക്കെ ഓരോരുത്തർ സെക്ഷനാക്കി വെച്ചിരിക്കുക കൊണ്ടുപോകാൻ. ഇത് നമ്മുടെ റോസ്മേരി തൈകളാണ് കേട്ടോ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറി തൈകളാണ് ഇവിടെ കൂടുതൽ. നിസ്സാര പൈസയേ ഉള്ളൂ, നല്ല ആരോഗ്യമുള്ള തൈകൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ നിങ്ങൾ പോവാത്തവരുണ്ടെങ്കിൽ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പോവാട്ടോ. ഞാൻ ആദ്യം കാണിച്ച ഷോർട്സിൽ അതിൻ്റെ നമ്പർ ഉണ്ടാവും കേട്ടോ. അത് വിളിച്ചു ചോദിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടൊന്നല്ല, പച്ചക്കറി തൈയൊക്കെ ഉണ്ടാകുന്നൊക്കെ ആവശ്യമുള്ളവർ അങ്ങനെ ചോദിച്ചിട്ട് പോയാൽ മതി. ചെറുപറ പിന്നെയും നമ്മളിതേ അവിടെ തന്നെ വന്നു. വൈറ്റ് റോസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറേ ഉണ്ടായിരുന്നു, എല്ലാം തീർന്നതായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു വൈറ്റ് റോസും ഞാൻ വാങ്ങി.
പിന്നെ നമ്മുടെ റെഡ് കാസ്കേഡും വാങ്ങി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.